ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പരിഗണിക്കേണ്ടത് തൗബയുടെ കാര്യം തന്നെയാണ്. മനുഷ്യനാണ്, പാപം വരും, ഇത് മതം മനസ്സിലാക്കുന്നുണ്ട്. പടച്ച റബ്ബ് പരിശുദ്ധ ഇസ്ലാമിൽ ഈ ഒരു സാധ്യത എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റൂല എന്നല്ല, എത്രയോ ആയിരങ്ങളുണ്ട് അങ്ങനെ ജീവിച്ച് മറഞ്ഞു പോയവർ. എന്നാലും മനുഷ്യൻ എന്ന രീതിയിൽ തെറ്റുവരാനുള്ള സാധ്യതയെ മതം അംഗീകരിക്കുന്നു. അതോടുകൂടെ ലാസ്റ്റല്ല, അതോടുകൂടെ അവന്റെ ജീവിതം തീർന്നു എന്നല്ല. നേരെ മറിച്ച് തൗബ എന്ന് പറയുന്ന വിശുദ്ധമായ സംവിധാനം മനുഷ്യനെ സമൂലം സമഗ്രം മാറ്റിമറിക്കുന്നു. മനുഷ്യൻ വിശുദ്ധനാവാനുള്ള ഏറ്റവും നല്ല സംവിധാനമാണ് തൗബ. തൗബയുടെ 4 നിബന്ധനകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സംഭവിച്ചു പോയതിൽ അഗാധമായ ഖേദം വേണം, ആത്മാർത്ഥമായ ദുഃഖം വേണം, ഇനി സംഭവിക്കില്ലെന്ന് ദൃഢമായ നിശ്ചയം വേണം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കണം, മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപാകമാണോ അത് അവനോട് പറഞ്ഞു തീർക്കണം, പറ്റിച്ച് പണം മിടുങ്ങിയത്, പലജാതി ഉപദ്രവങ്ങൾ ചെയ്തത്, കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുന്നത്, കരാർ ലംഘനം നടത്തിയത് എല്ലാം പറഞ്ഞു തീർക്കണം. ഇങ്ങനെ വിശുദ്ധമായ മാനസത്തോടുകൂടെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിനയാന്വിതം കരഞ്ഞു പറഞ്ഞ് വിശുദ്ധനാവുന്നതിന്റെ പേരാ തൗബ എന്ന്. അപ്പൊ തൗബക്ക് വലിയ ശ്രേഷ്ഠതകളാണ് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലും അവിടുത്തെ തിരുപ്രവാചകർ ഹദീസുകളിലും നമ്മളെ പഠിപ്പിക്കുന്നത്.